അപ്പോൾ പറയും ആയിഷ ബീവി എത്ര റളിയല്ലാഹു അൻഹ എത്ര ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചോന്ന്. നമ്മുടെ നാട് നമ്മുടെ കാലഘട്ടത്തിൽ നടക്കുന്നില്ലേ? ഇപ്പൊ നമുക്ക് ആലോചിക്കുമ്പോൾ അല്ലാഹ് നമ്മുടെ ഉമ്മ പാവട്ടോ, 12 വയസ്സിലൊക്കെ ഉമ്മ പ്രസവിച്ചു എന്ന് പറയും. പടച്ചോനെ എന്തൊരു വലിയ പാവായി പോയി. നമുക്ക് നമ്മുടെ 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലുമായി കിടക്കുന്നത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത് നബി തങ്ങൾക്കോ തങ്ങളുടെ കുടുംബത്തിനോ ആയിഷ ബീവിക്കോ തങ്ങളുടെ ശത്രുക്കൾക്കോ പോലും ഒരു വ്യത്യസ്ത സംഭവമായിട്ട് പോലും തോന്നിയില്ല എന്നത് നമ്മൾ ചരിത്രം വായിക്കണം. തങ്ങളുടെ ഏതെങ്കിലും ശത്രുക്കൾ നബിയെ അപമാനിച്ചുകൊണ്ട് പറഞ്ഞോ ആയിഷ ബീവി കല്യാണം കഴിച്ചു? ആരും പറഞ്ഞിട്ടില്ല. എന്തേ? എത്രയോ ഫ്രഞ്ച് രാജാക്കന്മാർ, ഇംഗ്ലണ്ടിലെ രാജാക്കന്മാർ, വെസ്റ്റേൺ രാജാക്കന്മാർ കല്യാണം കഴിച്ചവരുടെ ഭാര്യമാരുടെ വയസ്സൊന്ന് ചരിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. അവരാണ് ഇപ്പോൾ ഈ കൊഞ്ഞനം കാണിക്കുന്നത്. പുണ്യ നബി തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു എന്നല്ലേ ഉള്ളൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 9-ാം വയസ്സിൽ പ്രസവിച്ചു എന്നാണോ ഈ പറഞ്ഞത്? അല്ലല്ലോ. വീട്ടിലേക്ക് ഹബീബായ നബി തങ്ങളുടെ ഭാര്യയായി അവർ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പുണ്യ നബി തങ്ങൾ ആരാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഹബീബായ നബി തങ്ങൾ ഒരു വൈകാരിക വെറിയുണ്ടായി നടന്ന ആളായിരുന്നോ? മഅദല്ലാഹ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ 25 വയസ്സുണ്ടായിരിക്കെ നബി 40 വയസ്സുള്ള ഖദീജ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുമായിരുന്നു. അതെന്താ അവർ പറയാത്തത്? ജീവിതത്തിന്റെ ചുടുചുറുക്കുള്ളൊരു സമയത്ത് 25 വയസ്സാ ഹബീബിന്, എന്താ ആ കല്യാണം ഇവരും ഉണ്ടാത്തത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ കല്യാണം കഴിയുന്നത് ഖദീജ ബീവിയെ കല്യാണം കഴിഞ്ഞ് 25 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അതിന്റെ മുമ്പുള്ള ഈ സംഭവം എന്താ ഇവര് പറയാത്തത്? അത് മിണ്ടൂല. അത് നബി ഞങ്ങൾക്ക് ഗുണമുള്ള സംഭവമല്ലേ, അത് വേണ്ട. തങ്ങൾ അപമാനിക്കാൻ അവർ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ പരിഭവമൊക്കെ പോട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്നെന്തിനാ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചത്? ആയിഷ ബീവി പറഞ്ഞെന്താ? എൻ്റെ റസൂലിനെ എനിക്ക് മാത്രം കിട്ടണം, എൻ്റെ നബി എൻ്റെ കൂടെ ജീവിച്ചാൽ മതി, വേറെ ആരുടെ പോവരുത്. രാത്രിയിലും പകലിലും ഹബീബിന്റെ സാന്നിധ്യം ആയിഷ ബീവിക്ക് ഇഷ്ടമായിരുന്നു. ബീവി അങ്ങനെ ആസ്വദിച്ച ജീവിതമാണത് ഹബീബിന്റെ കൂടെ. എന്തൊരു സന്തോഷമുള്ള ദാമ്പത്യമായിരുന്നു. അവർക്ക് മക്കളൊന്നും ജനിച്ചിട്ടില്ല, പക്ഷെ എന്തൊരു സന്തോഷമുള്ള ജീവിതമായിരുന്നു അത്. ആയിഷ ബീവി അഭിമാനിക്കാൻ നബിന്റെ കൂടെ പോകാൻ, നബി തങ്ങളുടെ കൈപിടിച്ച് നടക്കും ബീവി അഭിമാനത്തോടുകൂടെ. എൻ്റെ റസൂൽ എൻ്റെ ഭർത്താവാണ്. ആയിഷ ബീവിക്കില്ലാത്ത സങ്കടം എന്തിനാ ചങ്ങാതിമാരെ നിങ്ങൾക്ക്? ആയിഷ ബീവിക്ക് ഒരു സങ്കടം ഉണ്ടായിട്ടില്ലല്ലോ എന്നെ ചെറുപ്പത്തിൽ കിട്ടി. നിങ്ങൾ പറയും ഇപ്പോൾ 1400 കൊല്ലം മുമ്പത്തെ ഒരു സമൂഹത്തിന്റെ ചിത്രമോ അവിടുത്തെ പരിസരങ്ങളോ മനസ്സിലാക്കാതെ അത് ചരിത്രത്തോട് ചെയ്യുന്ന അനീതിയാണ്. 9-ാമത്തെ വയസ്സിൽ ഹബീബിന്റെ വീട്ടിലേക്ക് വന്നു എന്ന് പറയുമ്പോഴേക്കും അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നതിന് അർത്ഥം കൊടുക്കുന്നവരാണ് ഈ ദുഷ്ടന്മാർ. പുണ്യ നബി തങ്ങൾ എൻഗേജ്മെന്റ് ചെയ്യുകയോ ഹബീബിന്റെ കൂടെ ഭാര്യയായി വീട്ടിലേക്ക് വരികയോ ചെയ്യുന്നത് ഒരു പിഞ്ചു ബാലികയെ അങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് ഈ ദുഷ്ടന്മാർക്ക് തോന്നുന്നുണ്ടാകാം. അത് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതിയല്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പക്വതയുണ്ട് നബി തങ്ങൾക്ക്. ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചവരാണ് എന്താണ് ജീവിതമെന്ന്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയുടെ കൂടെ ഇങ്ങനെ ജീവിച്ചൊരു പുണ്യ റസൂലിന്റെ മേൽ ഇങ്ങനൊരു ആരോപണം ചാർത്തുമ്പോൾ അതൊരു പ്രവാചകരായിരിക്കെ, പ്രവാചകത്വം കിട്ടിയതിന് ശേഷം അള്ളാഹുവിന്റെ ഹബീബിന് സ്വയം തീരുമാനം ചെയ്യുക സാധ്യമല്ല. അള്ളാഹ് പറഞ്ഞതിന് നബിക്ക് ചെയ്യേണ്ടി. ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നവരെ മുസ്ലിമായി നിൽക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് വസ്വാസ് വരും. എൻ്റെ ഹബീബ് ചെയ്തത് ന്യായമാണ്, അതിൻ്റെ ഹിക്മത്ത് എനിക്ക് മനസ്സിലായില്ലായിരിക്കാം, പക്ഷെ അള്ളാഹു ഹക്കീമാണ്. പുണ്യ നബി തങ്ങൾ ഒരാളോടും ഒരു ഉറുമ്പിനോട് പോലും ഒരു ഉപദ്രവവും വേദനയും ചെയ്യാത്തവരാണ്. ഒരാളോട് പോലും ഒരു അനീതിയും ഹബീബ് ചെയ്തിട്ടില്ല. എങ്കിൽ അവിടുന്ന് ചെയ്തതിൽ ഹിക്മത്തിൻ യറാഹല്ലാഹ്, അള്ളാഹു നിശ്ചയിച്ച ഒരു ഹിക്മത്തിനാണ്. അത്രയേ അതിലുള്ളൂ. തങ്ങളായിരിക്കെ പ്രവാചകരല്ല, നബിയല്ല. തങ്ങൾ നബിയല്ലാതിരുന്ന സമയത്ത് തങ്ങളുടെ ഇഷ്ടം തങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ നബി തങ്ങൾ തെരഞ്ഞെടുത്തത് ഒരു ഭാര്യയെ കല്യാണം കഴിക്കാനാണ്. അത് തങ്ങളുടെ സ്വയം ഇഷ്ടമാണ്. നുബുവത്ത് കിട്ടിയാൽ അള്ളാഹു പറയുന്നതേ ചെയ്യാൻ പറ്റൂ. അള്ളാഹു പറയുന്നതേ നബിക്ക് ചെയ്യാൻ പറ്റൂ. അത് യുദ്ധമാണെങ്കിലും സന്ധിയാണെങ്കിലും വിവാഹമാണെങ്കിലും മോചനമാണെങ്കിലും അള്ളാഹു നൽകുന്ന നിർദ്ദേശം മാത്രമേ നബിക്ക് ചെയ്യാൻ പറ്റൂ. അതാണ് നുബുവത്ത്. 40 വയസ്സിന് ശേഷം നബിയുടെ ജീവിതം നുബുവത്തിന്റെ ജീവിതമാണ്. 40ന്റെ മുമ്പ് നബി തങ്ങളുടേത് വ്യക്തി ജീവിതമാണ്, തങ്ങളുടെ സ്വയമിഷ്ടമാണ്. അങ്ങനെ നബി തങ്ങൾ ഒരു വ്യക്തി എന്ന നിലയിൽ തങ്ങൾ വിവാഹം ചെയ്തത് ഒരാളെ മാത്രമാണ്, ഖദീജ റളിയല്ലാഹു അൻഹയെ.